നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. 2025 മാർച്ച് 29 അതായത് അടുത്ത ആഴ്ചയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റമാണ് മഹാശനി മാറ്റം. കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഗ്രഹം മീനൻ രാശിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥയിലും പ്രകൃതിയിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലും ജീവജാലങ്ങളുടെ എല്ലാം ജീവിത രീതിയിലും നല്ല തോതിൽ മാറ്റമുണ്ടാകും. ഇപ്പോൾ തന്നെ ക്രമാനുഗതമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മീനം രാശി എന്ന് പറയുന്നത് ശനിയെ സംബന്ധിച്ച് സമനായ വ്യാഴത്തിൻ്റെ രാശിയാണ്. അതുകൊണ്ട് ശനി വലിയ ഒരു ഉപദ്രവം ചെയ്യുകയില്ല ഈ ഒരു സമയത്ത്. എങ്കിൽ പോലും ശനിയുടെ ഈ രാശിമാറ്റ സമയം വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ശനിയുടെ മാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്ന 3 നക്ഷത്രക്കാരുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. 3 രാജയോഗങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഫലങ്ങൾ എന്തെല്ലാമാണ്, ആ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ എന്ത് ചെയ്യണം? ഈ അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ചുരുക്കത്തിലത് പറയാം. ശനി 3-ാം ഭാവത്തിലേക്ക് കടക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരാണ് ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ. അവർക്ക് 3 ഇരട്ടി ഭാഗ്യം അല്ലെങ്കിൽ 3 രാജയോഗത്തിന് തുല്യമായ ഒരവസരമാണ് അടുത്ത ഏതാനും മാസങ്ങളിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം കൂടെ നമുക്ക് പറഞ്ഞു പോകാം. ശനി 3-ലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രമാണം അനുസരിച്ച് രോഗാശൗചക്രിയാപ്തിം ധനസുത വിഹതിയും സ്ഥാനഭൃത്യാർത്ഥലാഭം എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സ്ഥാനഭൃത്യാർത്ഥലാഭം, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഭൃത്യന്മാരെ ലഭിക്കുക, അർത്ഥലാഭം, വലിയ സമ്പത്ത് കിട്ടുക. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അപ്പോൾ ശനി 3-ലേക്ക് വരുന്ന 3-ാം ഭാവത്തിലേക്ക് വരുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് വലിയ തോതിൽ അർത്ഥസിദ്ധി അല്ലെങ്കിൽ സമ്പത്ത് ലഭിക്കും. പെട്ടെന്നുള്ള ഭാഗ്യലാഭങ്ങൾ ഉണ്ടാകും. ലോട്ടറി പോലുള്ള ഭാഗ്യലാഭങ്ങൾ ഉണ്ടാകും. ഭൃത്യന്മാരെ ലഭിക്കും, അതായത് ലഭിക്കും. നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ലഭിക്കും. പ്രധാനമായിട്ടും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പം നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അനുയായികൾ ഉണ്ടാകും. ഈ സമയത്ത് നമ്മളിൽ നിന്നും അകന്നു നിന്ന ഒരുപാട് പേര് നമ്മുടെ അനുയായികളായിട്ട് മാറും. അപ്പോൾ രാഷ്ട്രീയ രംഗത്തൊക്കെ പല പല ചലനങ്ങളും നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഈ ശനിയുടെ രാശിമാറ്റ കാലം, അതായത് അടുത്തുള്ള ഏതാനും മാസങ്ങൾ. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 7.5 വർഷമായിട്ട് ഈ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരെ ബാധിച്ചിരുന്ന 7.5 ശനി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വലിയ ഒരു റിലാക്സേഷനാണ്, ഒരു വലിയ ആശ്വാസമാണ്, ഒരു റിലീഫാണ് അനുഭവപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ഈ ശനി വലിയ ദോഷങ്ങൾ ചെയ്തിരുന്നില്ല എങ്കിൽ പോലും ശനി കുറേ കാലമായിട്ട് അവരുടെ രാശികളിൽ കൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ശനിയുടെ രാശികളിൽ കൂടെ തന്നെയായിരുന്നു കുംഭം, മകരത്തിൽ കൂടെയും കുംഭത്തിൽ കൂടെയും. ഇപ്പോൾ വരാൻ പോകുന്നത് മീനത്തിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഈ 7.5 ശനി എന്ന് പറയുന്നത് സ്വന്തം രാശിയാണെങ്കിൽ പോലും കുറേ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ടെൻഷന്, ജോലിയിൽ സമ്മർദ്ദം, സാമൂഹിക ജീവിതത്തിലെ പല രീതിയിലുള്ള എതിർപ്പുകൾ, അല്പം വഞ്ചനയ്ക്കൊക്കെ ഇരയാകുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും. വലിയ അക്രമത്തിനോ അപകടത്തിനോ ഒന്നും ഇരയായില്ലെങ്കിലും ഇത്തരത്തിലുള്ള മനസ്സിനെ വിഷമിപ്പിക്കുന്ന ശാരീരികമായിട്ട് ഉള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ നക്ഷത്രക്കാർ മകരക്കൂറെന്ന് പറയുന്നതും, അതായത് മകരൻ രാശി എന്ന് പറയുന്നത്, കുംഭൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ സ്വന്തം രാശികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് വലിയ ദോഷങ്ങളില്ലാതെ കഴിഞ്ഞ കാലങ്ങൾ കടന്നു പോകാൻ സാധിച്ചത്. എങ്കിലും 7.5 ശനിയുടെ സമ്മർദ്ദത്തിൽ നിന്ന് അവർക്ക് വലിയ മോചനമാണ് ലഭിക്കുന്നത്. 3-ാമത്തെ രാജയോഗം അല്ലെങ്കിൽ 3-ാമത്തെ ഭാഗ്യയോഗം എന്ന് പറയുന്നത് ഇവരുടെ 5-ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം പകുതി വരെ വ്യാഴം ഈ 5-ൽ സഞ്ചരിക്കും. അങ്ങനെ 3 തരത്തിലാണ് ഭാഗ്യം ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പം 5-ാം ഭാവം എന്ന് പറയുന്നത് ബുദ്ധിയുടെയും പ്രതിഭയുടെയും എല്ലാം നമ്മുടെ കഴിവുകളെ തെളിയിക്കുന്ന ഭാവമാണ്. നമ്മുടെ സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. നമ്മുടെ പൂർവ്വപുണ്യത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്.
അതായത് പ്രജ്ഞാമേധാ പ്രതിഭാശക്തി പുരാതനം പുണ്യം മന്ത്രാമാത്യതനുജ പഞ്ചമഭാത് സൗമനസ്യമപി ചിന്യം. നമുക്ക് ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ദൈവാധീനവും ഭാഗ്യവും നമുക്ക് സമൂഹത്തിൽ ബഹുമാനവും ഒരു നല്ലൊരു അളവ് വരെ സമ്പത്തും എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ മാറ്റ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം മെയ് പകുതിയാകുമ്പോഴത്തേക്കും ഈ വ്യാഴം അടുത്ത രാശിയിലേക്ക് കടക്കും, 5-ൽ നിന്ന് 6-ലേക്ക് കടക്കും. അപ്പം വ്യാഴം 6-ലാകുമ്പം വ്യാഴം മറഞ്ഞു പോകും. വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കുറയും, നന്നായിട്ട് കുറയും. അപ്പോൾ വ്യാഴം 5-ലെന്ന് പറഞ്ഞാൽ ശുഭസ്ഥാനത്താണ്, വ്യാഴത്തിന് ഇഷ്ടപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ 1-ാം ഭാവവും 5-ാം ഭാവവും 9-ാം ഭാവവും അത് ത്രികോണ ഭാവങ്ങളാണല്ലോ. അപ്പോൾ അവിടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഗുണഫലങ്ങളാണ് തരുന്നത്. അപ്പോൾ ശനി 3-ലും 6-ലും 11-ലും സഞ്ചരിക്കുന്ന കാലം വളരെ ഗുണകരമാണ്. അതിൽ 3-ലാണ് ഇവർക്ക് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് ശനി സഞ്ചരിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച മുതൽ. അപ്പോൾ ആ ഒരു വലിയ ഭാഗ്യം കിട്ടുന്നു. അപ്പം ചേർത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്, പലതരത്തിൽ ഭാഗ്യം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നൊന്ന് പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. മുമ്പും ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ശനിയുടെ രാശിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുടുംബദേവതയ്ക്കും ശാസ്താവിനും ശനി ഭഗവാനുമൊക്കെ നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മനസ്സും ശരീരവും ശുദ്ധമാക്കി മനസ്സിൽ നല്ല പ്രാർത്ഥനയോടെ ഈ ശനിയുടെ രാശിമാറ്റ സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മളുടെ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ കൃത്യമായിട്ട് ചെയ്യുക. ധാരാളം ഗുണഫലങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശനി ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായാമാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനൈശ്ചരം. ഇതാണ് ശനിദേവൻ്റെ മന്ത്രം. നവഗ്രഹ സ്തോത്രത്തിൽ ശനിദേവ സ്തോത്രം ഇതാണ്: നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായാമാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനൈശ്ചരം. അപ്പോൾ ഇത് 3 പ്രാവശ്യം എങ്കിലും ദിവസം ജപിക്കുക. 18 തവണ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്, രാവിലെയും വൈകുന്നേരവും. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നെയ്വിളക്കും ശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന, അല്ലെ തുളസി കൊണ്ടുള്ള അർച്ചന, അതുപോലെ തന്നെ നീരാഞ്ജനം വഴിപാടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ശാസ്താവിന്. അത് നടത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇല്ലെങ്കിലും നമുക്ക് സാമ്പത്തിക ശേഷി കുറവാണെങ്കിൽ നിങ്ങളൊരു നെയ്വിളക്ക് അവിടെ കൊടുക്കുക. നിങ്ങൾ പുഷ്പങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി, വളരെ ഗുണകരമാണ്. ഇല്ലെങ്കിൽ കെടാവിളക്കിൽ ഒരല്പം എണ്ണ വാങ്ങിച്ച് ഒഴിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടും. ധാരാളം നമ്മൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. അപ്പോൾ ഈ വ്യാഴം മാറുന്നതിന് മുമ്പുള്ള ഈ ഒരു സമയം വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ശനിദേവനെയും ശാസ്താവിനെയും കുടുംബദേവതയും ഗണപതി ഭഗവാനെയും കൂടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ജോലി ലഭിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സമയമാണ്. സമ്പത്ത് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. ബുദ്ധിയും ശക്തിയും കഴിവും അതുപോലെ തന്നെ ബന്ധുബലവും ഭൃത്യബലവും സമ്പദ് ബലവും എല്ലാം നമുക്ക് വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പം മകരക്കൂറിൽപ്പെട്ട ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നത്. 3 ഇരട്ടി രാജയോഗം ലഭിക്കുന്നത്. അവിട്ടത്തിൻ്റെ മറ്റേ പകുതിയിലുള്ളവർക്ക് 7.5 ശനി തുടരുകയാണ്. എങ്കിൽ പോലും അവർക്കും കുറേ ഗുണഫലങ്ങൾ, നക്ഷത്രത്തിൻ്റേതായ കുറേ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കും. അതുപോലെ ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെട്ടവർക്ക് കണ്ടകശനിയാണ് വീണ്ടും ആരംഭിക്കുന്നത്. എങ്കിൽ പോലും ആ കണ്ടകശനിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ച് സമയം കൂടെ, ശനി പതുക്കെയാണല്ലോ നീങ്ങുന്നത്. അതുകൊണ്ട് ആ രാശിയിലേക്ക് നീങ്ങുമ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് സമയം ഉത്രാടത്തിൻ്റെ ആദ്യ പാദക്കാർക്കും കിട്ടും. ആ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. നന്നായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുകയും ദാനധർമാദികളൊക്കെ ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ എല്ലാ മതക്കാരുടെയും ഒരു പുണ്യകാലമാണ് നമ്മുടെ ഈ വിഷുവിനോടനുബന്ധിച്ചുള്ള കാലം. ഹിന്ദുക്കൾക്ക് വിഷു,
മുസ്ലിംസിനും അവരുടെ വ്രതകാലമാണ്. അവർ ഒരു മാസത്തോളം വ്രതമെടുത്ത് മുന്നോട്ട് പോകുന്ന സമയമാണ്. മറ്റ് ക്രിസ്ത്യൻ മതവിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളവും മറ്റ് പല മതവിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളവും പുണ്യകാലമാണ് ഈ കടന്നു പോകുന്നത്. മെയ് മാസ ആചാരങ്ങളിലേക്ക് കടക്കുന്ന കാലമാണ്. അപ്പം എല്ലാ മതക്കാർക്കും, നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ മതക്കാർക്കും ഏറ്റവും നല്ലൊരു കാലമാണ് ഈ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് ഈ അവസരം ഉപയോഗിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.